ഹായ്, ഏവർക്കും കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കീം എൻട്രൻസ് എക്സാമിനേഷന് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പാർട്ട് 1-ൽ ഓൾജിബ്രയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പാർട്ട് 2-ൽ ട്രിഗണോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 3-ൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കുന്നത്. ഔട്ട് ഓഫ് 75 ക്വസ്റ്റ്യനിൽ ഈ 25 ക്വസ്റ്റ്യൻസും കാൽക്കുലസിൽ നിന്നാണ് ചോദിക്കുന്നത്. അതിൽ തന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററും സെക്കൻഡ് ഇയറിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഈ 3 ചാപ്റ്ററിൽ നിന്ന് 12 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 2024-ൽ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻട്രൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 3 പ്ലേലിസ്റ്റ് ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. +1 സിലബസിനെ ബേസ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റും +2 സിലബസിനെ ബേസ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റും കീം എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ളതും എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടാത്ത പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പ്ലേലിസ്റ്റ്. ഈ 3 പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് കണ്ടുപഠിച്ചാൽ മികച്ച സ്കോർ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സോ 2024-ൽ കീം എൻട്രൻസ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ലെറ്റ് f of x is equal to a raised to 3x and a raised to 5 equal to 8. Then the value of f of 5 is equal to 5 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. കറക്റ്റ് വൺ കണ്ടെത്തണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. f of x എന്ന് പറഞ്ഞാൽ a raised to 3x. We have to find f of 5 എന്ന് പറഞ്ഞാൽ a raised to 3 into x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 5. a raised to 3 into 5-നെ a raised to 5 the whole cube എന്ന് എഴുതാം. a raised to 5-ന്റെ വാല്യൂ 8 അല്ലേ? സോ ആൻസർ 8 ക്യൂബ്, 8-ന്റെ ക്യൂബ്, ദാറ്റ് ഈസ് 512. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 127. ലെറ്റ് f of x equal to x square minus alpha if x less than 1, beta x minus 3 if x greater than or equal to 1. If f is continuous at x equal to 1, then value of alpha plus beta is dash. ഓക്കെ, നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ഹിയർ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. സോ ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എന്താണ്? ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 വരുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ, അത് എഴുതുക. വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1, ദാറ്റ് ഈസ് ബീറ്റ എക്സ് മൈനസ് 3. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. നൗ എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുത്താൽ 1 മൈനസ് ആൽഫ, ഇവിടെ എന്ത് കിട്ടും? എക്സിന് 1 കൊടുത്താൽ ബീറ്റ മൈനസ് 3. സോ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 3 + 1, ദാറ്റ് ഈസ് 4. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 4. സ്പീഡിൽ ചെയ്യുമ്പോൾ 2 എന്നൊക്കെ തോന്നും, ആൻസർ 4 ആണ്. സോ ഇന്റഗ്രൽ കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇവിടെ ഡിഫറൻഷ്യൽ കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 130. ലെറ്റ് f of x is equal to x into sin x raised to 4. Then f dash of x at x is equal to 4th root of pi. 4th root of pi എന്ന് പറഞ്ഞാൽ pi raised to 1/4 അതാണ് ഉദ്ദേശിക്കുന്നത്. സോ f of x തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് f dash x. ഇതിന്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ x, അതുപോലെ ഇവന്റെ ഡെറിവേറ്റീവ് സൈൻ ഇത് x എന്ന് അസ്യൂം ചെയ്യാം. കോമ്പോസിറ്റ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, എക്സിന്റെ പ്ലേസിൽ x raised to 4. അവന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. 4x³ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ x raised to 4, അതുപോലെ എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇതാണ് f dash x. വി ഹാവ് ടു ഫൈൻഡ് f dash 4th root of pi എന്ന് പറഞ്ഞാൽ pi raised to 1/4. ഇവിടെ എക്സിന് pi raised to 1/4 കൊടുക്കുക. ഇവിടെ കോസ് എക്സിന് എന്താ കൊടുക്കേണ്ട? pi raised to 1/4 റൈസ് ടു 4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ ജസ്റ്റ് പൈ എന്ന് വരും. ഇവിടെ 4 ഇൻറ്റു എക്സ് എന്താണ്? pi raised to 1/4. സോ pi raised to എന്ത് കിട്ടും? 3/4 പ്ലസ് സൈൻ x raised to 4. എക്സിന് എന്താ കൊടുക്കേണ്ടത്? pi raised to 1/4. 4ഉം 4ഉം ക്യാൻസൽ സൈൻ പൈ. നിങ്ങൾക്കറിയാം സൈൻ പൈയുടെ വാല്യൂ 0, അപ്പോൾ ഇത് 0 ആയിപ്പോയി.
ഇവിടെ എന്ത് കിട്ടും? കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 എഴുതി, ഈ 4 അതുപോലെ എഴുതി. ഇത് പൈ റൈസ് ടു 1/4 ഇൻറ്റു പൈ റൈസ് ടു 3/4 എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എക്സ് റൈസ് ടു എം പ്ലസ് എൻ പവേഴ്സ് ആഡ് ചെയ്യണം. പൈ റൈസ് ടു 1/4 പ്ലസ് 3/4 ദാറ്റ് ഈസ് 4/4 1 എന്ന് കിട്ടും. പൈ റൈസ് ടു 1 അതായത് പൈ. സോ ഫൈനൽ ആൻസർ -4π. കുറച്ച് സിംപ്ലിഫിക്കേഷൻ സ്പീഡിൽ ചെയ്യാൻ സാധിച്ചാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഇഫ് 1 less than or equal to x less than infinity, let f of x is equal to sin inverse 1/x plus cos inverse 1/x, then f prime x. നിങ്ങൾക്കറിയാം sin inverse x പ്ലസ് cos inverse x എന്ന് പറഞ്ഞാൽ π/2. അതുകൊണ്ട് sin inverse 1/x പ്ലസ് cos inverse 1/x എന്തായിരിക്കും? π/2. f of x equal to constant only, then f dash x എന്താണ്? 0. So answer 0. Option E is the correct answer. Question number 132. The value of the limit t tending to 0 5 minus t the whole square minus 25 by t. ഡയറക്റ്റ് ആയിട്ട് t കൊടുത്താൽ ന്യൂമറേറ്ററിൽ 0 താഴെയും 0 0/0 ഫോം വന്നാൽ വി ഹാവ് ടു എന്താണ്? സിംപ്ലിഫൈ, അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഈ -25 അതുപോലെ ക്യാൻസൽ ചെയ്തു. ഇതിൽ നിന്നൊരു t കോമൺ ആയിട്ട് പുറത്തെടുത്താൽ -10 പ്ലസ് t ക്യാൻസൽ ചെയ്തു. tക്ക് 0 കൊടുത്താൽ ആൻസർ എന്ത് കിട്ടും? -10. അല്ല എങ്കിൽ സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മേൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് tക്ക് 0 കൊടുക്കുക, താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, tക്ക് 0 കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? -10. അതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 133. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻ വരെ മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരം ക്വസ്റ്റ്യൻസ് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കറക്കി കുത്തി ആൻസർ തെറ്റിച്ച് മാർക്ക് കളയരുത്, നെഗറ്റീവ് മാർക്കുണ്ട്. A particle is moving along the curve y equal to 8x plus cos y, 0 less than or equal to y less than or equal to pi. If at a point the ordinate is changing 4 times as fast as the abscissa, then the coordinate of the point are. ആബ്സിസ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്, വെറും ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് y കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ, ഇഫ് അറ്റ് എ പോയിന്റ് ദ ഓർഡിനേറ്റ് അതായത് y എന്ന് പറയുന്നത് ചേഞ്ചിങ് 4 times as fast as abscissa, അതായത് y എന്ന് പറയുന്നത് 4 times of x എന്നാണ്. y equal to 4x. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ dy/dt ഈക്വൽ ടു 4 into dx/dt എന്നൊരു ഇക്വേഷൻ കിട്ടും. അതവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കർവ് y equal to 8x plus cos y. അഗൈൻ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി, ഇത് dy/dt, ഇവിടെ 8 into dx/dt പ്ലസ് cos y യുടെ ഡെറിവേറ്റീവ് മൈനസ് sin y ഇൻറ്റു y ആണ് വിത്ത് റെസ്പെക്ട് ടു ടി. അതുകൊണ്ട് dy/dt മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷനിൽ dy/dt യുടെ പ്ലേസിൽ 4 into dx/dt കൊടുക്കുക. സോ ഇവിടെ 4 into dx/dt, ഇവിടെ 8 into dx/dt മൈനസ് sin y ഇൻറ്റു ഇവിടെയും 4 into dx by എന്താണ് dt. ഒരു dx/dt കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്താൽ ഈച്ച് ടേമിനെ dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ 4 ഈക്വൽ ടു ഇവിടെ 8 മൈനസ് 4 sin y എന്ന് കിട്ടും. അതായത് 4 sin y ഈക്വൽ ടു 4 എന്ന് കിട്ടും. sin y ഈക്വൽ ടു 1. sin y 1 ആണെങ്കിൽ y-യുടെ വാല്യൂ എന്തായിരിക്കും? π/2. 0ക്കും പൈക്കും ഇടയ്ക്ക് സൈനിന്റെ വാല്യൂ 1 ആകുന്നത് y ഈക്വൽ ടു എന്താണ്? π/2 ആകുമ്പോഴാണ്. y വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ y വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുക. സോ π/2 ഈക്വൽ ടു 8x പ്ലസ് cos y. y-യുടെ വാല്യൂ π/2 ആണല്ലോ. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ π/2 അടുത്ത് cos 90 0 ആണ്. സോ ഈക്വൽ ടു 8x. ഇതിനോട്ട് ഡിവൈഡ് ചെയ്താൽ x is equal to π/16. അതായത് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x, y, π/16, π/2. First option A is the correct answer. Next, the value of the limit extending to 0, 2 plus cos 3x into sin square x by x into tan 2x. ഇവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ച ഫോർമുലകൾ അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. നിങ്ങൾക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, ആൻസർ 1. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് 1. ഈ രണ്ട് ഇക്വേഷനും യൂസ് ചെയ്താണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ആദ്യത്തെ ഫംഗ്ഷൻ മാത്രം എഴുതുക, 2 plus cos 3x equal into limit extending to 0 sin square x by x into 1 by tan 2x.
ഒന്ന് റീഡിഫൈൻ ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഈ ലിമിറ്റ് ഇവന് കൊടുത്തു, അടുത്ത ലിമിറ്റ് മൊത്തത്തിൽ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് 0 കൊടുത്താൽ cos 0 1, 2 + 1 എന്ത് കിട്ടി? 3. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0. ഇവിടെ sin സ്ക്വയർ എക്സ് ബൈ എക്സ് ആണ്. ഒരു എക്സ് മേളിലും ഒരു എക്സ് താഴെയും കൊടുത്തു. അപ്പൊ താഴെ x സ്ക്വയർ വന്നു, മേളിൽ എന്ത് വന്നു? ഈ എക്സ് വന്നു. ഇനി ഇവിടെ tan 2x എങ്കിൽ മേളിൽ 2x വരണം. അപ്പോൾ ഒരു 2 മേളിൽ കൊടുത്തു, ഒരു 1/2 താഴെ, അതായത് 2 താഴെ ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്തൊക്കെയാണ് ചെയ്തേ? ഒരു എക്സ് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 2 മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും കഥയാണ് നടന്നത്. ഇനി നോക്കിക്കോ, 3 ഇൻറ്റു ഇവന്റെ ആൻസർ എന്താണ്? sin x ബൈ എക്സ്, ആൻസർ 1 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ 1. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0, tan 2x ബൈ 2x വന്നാലും 2x ബൈ tan 2x വന്നാലും ആൻസർ 1. അപ്പൊ ഇവന്റെ ആൻസർ 1. പിന്നെ അവസാനം 1/2. സോ 3 ഇൻറ്റു 1/2 ആൻസർ എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. സ്റ്റെപ്പ് ഒന്നും എഴുതാതെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അടുത്തത് ഇന്റഗ്രൽ കാൽക്കുലസ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 136. ഇന്റഗ്രൽ കാൽക്കുലസും ഡിഫറൻഷ്യൽ കാൽക്കുലസും മിക്സ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. f of x is equal to x into pi/2 plus x if x greater than or equal to 0, x into pi/2 minus x if x less than 0, then f dash of -4. അതായത് x -4 വരുമ്പോൾ എഫിന്റെ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എഫ് -4 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ത്? അത് ആദ്യം എഴുതണം. എക്സ്, അതായത് x -4 ആകുമ്പോൾ ഫംഗ്ഷൻ ഏത് കൊടുക്കണം? x -4 എന്ന് പറഞ്ഞാൽ 0യേക്കാളും ചെറുത്. അതായത് f of x is equal to x -4 ആകുമ്പോൾ f of x എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ x into pi/2 minus x. ഇനി ഇതിന്റെ എക്സ്പാൻഷൻ അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x into pi/2 minus x square. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് pi/2 അതുപോലെ x ന്റെ ഡെറിവേറ്റീവ് 1 minus x square എന്നത് 2x. We have to find f dash of -4. x ന് -4 കൊടുക്കുക. അപ്പോൾ pi/2 മൈനസും എന്ത് കിട്ടും? +8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ pi + 16/2. നമ്മുടെ ഓപ്ഷനിൽ എവിടെയാണ് pi + 6 നടക്കുന്നത്? 16 + pi/2. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 137. Let f of x is equal to modulus of 5 minus x into x plus 5 by tan x minus 5 for x not equal to 5. Then limit extending to 5 plus f of x. അതായത് റൈറ്റ് ലിമിറ്റ് ഓഫ് f of x at x equal to 5 ആണ് കാണേണ്ടത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 5 plus f of x, അതായത് റൈറ്റ് ലിമിറ്റ് വരുമ്പോൾ മോഡുലസ് ഓഫ് 5 മൈനസ് എക്സ് എന്ന് പറയുന്ന മൈനസ് ഓഫ് 5 മൈനസ് എക്സ് എന്ന് വരും. എന്താണ് മോഡുലസ് ഓഫ് 5 മൈനസ് എക്സ് എന്ന് പറയുന്ന മൈനസ് ഓഫ് 5 മൈനസ് എക്സ്. ഇത് അതുപോലെ എഴുതി. താഴെയും എന്താണ്? tan x മൈനസ് 5 അതുപോലെ. ഇതിൽ നിന്ന് ഒരു മൈനസ് അല്ലെങ്കിൽ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? x മൈനസ് 5 ഇൻറ്റു x പ്ലസ് 5 ബൈ tan x മൈനസ് 5. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 5 പ്ലസ് x മൈനസ് 5 ബൈ tan x മൈനസ് 5. ഇതിന്റെ ആൻസർ 1. പിന്നെ എക്സിന് 5 കൊടുത്താൽ 5 പ്ലസ് 5 എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ആൻസർ 10. ഓക്കെ, മോഡുലസിന്റെ ഡെഫിനിഷൻ ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ f of x is equal to x raised to 3/5 into 5x minus 12 is increasing in the set. ഈ ഏത് ഇന്റർവെല്ലാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത്? നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് അത് പോസിറ്റീവ് ആകുന്ന എക്സിന്റെ വാല്യൂസ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, അടുത്ത് ഇവന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 5 എന്ന് വരും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ, ഇവന്റെ ഡെറിവേറ്റീവ് x raised to n into 3/5 into x raised to n minus 1 3/5 minus 1, that is minus 2/5, which is positive എന്ന് എഴുതുക. നെക്സ്റ്റ് ഇവിടെ 5x minus 12 into ഈ ടേം, സെക്കൻഡ് ടേം അതുപോലെ ഈ ടേം 5 into x raised to 3/5, അതിപ്പുറത്ത് വരുമ്പോൾ മൈനസ് 5 x raised to 3/5 എന്ന് കിട്ടും. നെക്സ്റ്റ് 5x minus 12 അതുപോലെ എഴുതി. ഈ 5 മേളിലോട്ട് പോയി, ഈ 3 താഴോട്ട് വന്നു. അപ്പോൾ ഈ 5 വരുമ്പോൾ -25. ഇതെന്ത് വരും? താഴെ 3. ഈ x raised to -2/5 താഴെ വരും. അത് മേളിൽ പോകുമ്പോൾ x raised to +2/5 എന്ന് എഴുതാം. 5x minus 12 greater than or equal to -25/3. ഇവിടെ x raised to m into x raised to n, x raised to m plus n പവേഴ്സ് ആഡ് ചെയ്താൽ x raised to 5/5 x raised to 1 എന്ന് കിട്ടും. അതായത് 5x ഇതിപ്പുറത്ത് വരുമ്പോൾ +25/3x greater than or equal to +12. ആഡ് ചെയ്യും. ഇത് x കോമൺ ആയിട്ട് എടുത്താൽ സിംപ്ലിഫൈ 5 3 15 + 25 40/3 greater than or equal to 12. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x greater than or equal to 36/40. നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9/10. എക്സിന്റെ വാല്യൂ 9/10 അതിനേക്കാളും വലിയ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ x എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ 9/10, ∞.
9/10, ഇൻഫിനിറ്റി. എവിടെയാണ്? ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 139. The value of limit extending to 1/2x plus 1 minus 1/3 by x minus 1. Just ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 3 cross multiplication 3 minus of 2x plus 1 by ഇത് into x minus 1 അല്ലേ? മേളിൽ എന്ത് സിംപ്ലിഫൈ കിട്ടും? 3 minus 1 2 എന്ന് കിട്ടും. ഇത് minus 2x by താഴത്തത് അതുപോലെ. നെക്സ്റ്റ് ന്യൂമറേറ്ററിന് ഒരു 2 കോമൺ ആയിട്ട് ഒരു -2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ -2 into x minus 1 by താഴത്ത് അതുപോലെ. ഇത് രണ്ട് ക്യാൻസൽ ചെയ്താൽ എക്സിന് 1 കൊടുത്താൽ ആൻസർ ആയി. -2 by ഇവിടെ എക്സിന് 1 കൊടുത്താൽ 3 into 3 9 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ -2/9. നെക്സ്റ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി പോയിന്റ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ് എന്നൊക്കെ പറയും. അത് കാണുക ഫോർ ദിസ് ഫംഗ്ഷൻ അല്ലെ. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ f(x) എന്നിട്ടുണ്ട്, f'(x) കാണുക. ഇത് ഇൻറ്റു ഇത് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ. സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് x² ഡെറിവേറ്റീവ് 2 into x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ. ആദ്യത്തെ ഡെറിവേറ്റീവ് x⁻n n into 3 into x - 3 the whole square. ഇനി ഇത് രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ഒരു x - 3 the whole square into x plus 2 പുറത്തെടുക്കാം. x - 3 the whole square പോയാൽ x - 3 into 2 അത് ഇവിടെ വരും. പ്ലസ് ഇവിടെയും ഇതിന്റെ ഹോൾ സ്ക്വയറും ഇവിടെ നിന്ന് ഒരു x - 3 പോയാൽ 3 into x പ്ലസ് ഇവിടെ നിന്ന് ഒരു x plus 2 മാത്രമാണ് പുറത്തെടുക്കുന്നത്. ഈ ഹോൾ സ്ക്വയറും പുറത്തെടുത്തു. പിന്നെ വരുന്നത് 3 into x plus 2. ഔട്ട് സൈഡ് ഉള്ളത് അതുപോലെ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2x - 6 3x plus 6. So x minus 3 the whole square into x plus 2 into 2x 3x 5x ബാക്കി ക്യാൻസൽ ചെയ്ത് പോയി. അതായത് ഈ മൂന്ന് പ്രോഡക്റ്റ് 0 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 5x = 0. അപ്പോൾ x = 0, x plus 2 = 0, x = -2, x minus 3 = 0, x = 3. സോ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് 3 0 -2 3 അല്ലെങ്കിൽ -2 3 0 അല്ലെ. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഏതാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ 0 ഉള്ളത് ലാസ്റ്റ് 2, അതിൽ തന്നെ 3 - 2 അല്ലെ. ദ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇ എന്ന് എഴുതി കളയരുത്. നമ്മൾ എക്സാമിനേഷൻ ടെൻഷനിൽ ഇത്തരം അബദ്ധങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 142. The minimum value of the function f(x) is equal to x⁻⁴ minus 4x minus 5. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. x⁻⁴ ഡെറിവേറ്റീവ് 4x³ minus 4x -4. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യാമോ? അപ്പോൾ 4x³ -4 = 0. അതിൽ നിന്ന് 4x³ = 4 എന്ന് കിട്ടും. x³ = 1, that is x = 1. ഈ പോയിന്റ് എടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുക. ഇതിന്റെ ഡെറിവേറ്റീവ് 12x². സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്തപ്പോൾ പോസിറ്റീവ് എന്ന് കിട്ടി. ഈ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ്. അതായത് ഈ പോയിന്റ് ലോക്കൽ മിനിമ എന്ന് പറയും. ഈ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ ലോക്കൽ മിനിമം വാല്യൂ കിട്ടും. എക്സിന് 1 ഇവിടെ കൊടുത്താൽ 1 - 4 - 5 1 - 9 - 8 is the minimum value. ഓക്കെ, സോ ഇത്രയുമാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് കാൽക്കുലസിൽ ഇൻ്റഗ്രൽ കാൽക്കുലസിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 149 150 അതും ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നുള്ള അതുകൂടെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. f(x) x² plus 40 by 7x. x element of closed interval 4,5. The value of c element of 4,5 at which f'(c) = -1/7. അതായത് f'(c) -1/7 ആണെങ്കിൽ c യുടെ വാല്യൂ എന്തായിരിക്കും? അതാണ് കാണേണ്ടത്. അപ്പോൾ f'(x) കാണുക. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുക. താഴെ ഇരിക്കുന്നത് പോലെ മേളത്തിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് ന്യൂമറേറ്റർ അതുപോലെ താഴെ ഇരിക്കുന്ന ഡെറിവേറ്റീവ് 7 ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ 49x². ഇനി f'(c) എന്ന് പറഞ്ഞാൽ എന്താണ്? -1/7. ഇവിടെ എക്സിന് c കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് സിംപ്ലിഫിക്കേഷൻ. എക്സിന് c കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 14c². ഇവിടെ -7c² -280 എന്ന് വരും ബൈ 49c². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 7c² -280 by 49c² ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ c² = 20 എന്ന് കിട്ടും. c = √20. √20 എന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ √20 4 into 5 അതിനെ 2 into √5 എന്ന് എഴുതാം. സോ ആൻസർ ബി. ഫൈനലി 150th ക്വസ്റ്റ്യൻ, അതും ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് f'(x) = 4x into cos² x into sin x/4, then limit extending to 0 f of pi plus x minus f of pi by x. നിങ്ങൾക്കറിയാം ലിമിറ്റ് h അല്ലെങ്കിൽ എക്സ്റ്റെൻഡിങ് ടു 0 f of a plus x minus f of a by x എന്ന് പറഞ്ഞാൽ f dash a
എന്താണ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എ എന്നാണ്. ഇവിടെ എയുടെ പ്ലേസിൽ പൈ, അപ്പൊ എഫ് ഡാഷ് പൈ എന്നാണ് ആൻസർ. എഫ് ഡാഷ് എക്സ് തന്നിട്ടുണ്ട്, അപ്പൊ ഇതിൽ എക്സിന് എന്ത് കൊടുക്കുക, പൈ കൊടുക്കുക. സോ 4π ഇൻറ്റു കോസ് സ്ക്വയർ പൈ ഇൻറ്റു സൈൻ പൈ ബൈ 4. പൈ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1, കോസ് സ്ക്വയർ പൈ എന്ന് പറഞ്ഞാൽ +1. അപ്പൊ ഇത് 4π, ഇതെന്താണ് സൈൻ 45 1/√2. സോ 4π ബൈ √2. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. 4നെ 2 ഇൻറ്റു 2, 2നെ √2 ഇൻറ്റു √2, ഒരു √2 ക്യാൻസൽ ചെയ്താൽ 2√2 ഇൻറ്റു പൈ എന്ന് കിട്ടും. ആ ഓപ്ഷൻ നമ്മുടെ ഡി ആണ്, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്ന് 2024 ചോദിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്റഗ്രൽ കാൽക്കുലസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.